السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം, അതിൻ്റെ രൂപം എങ്ങനെയാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിഫത്തു സ്വലാത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമസ്കാരത്തിൻ്റെ സുന്നത്തുകൾ, ഫർളുകൾ പറഞ്ഞു, അതിൻ്റെ റുക്നുകൾ പറഞ്ഞു. ശേഷം സുന്നത്തുകൾ, ആ സുന്നത്തുകളുടെ കൂട്ടത്തിൽ തന്നെ നമ്മൾ പ്രവർത്തനങ്ങളിൽ ചെയ്യേണ്ടതായ സുന്നത്തുകളുണ്ട്. വാചികമായി നമ്മൾ വാക്കാൽ പറയേണ്ട സുന്നത്തുകളുണ്ട്. ഇത് രണ്ടും നമ്മൾ സൂചിപ്പിക്കേണ്ടായി. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ PDF ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് കുറച്ചും കൂടി പഠിക്കാൻ എളുപ്പമാവുന്ന രീതിയിലുള്ള. ഇനി നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാനിരിക്കുന്നത് മുബ്തിലാത്തു സ്വലാത്ത്, നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. നിസ്കാരത്തെ തകർക്കുന്ന, നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ പണ്ഡിതന്മാര് പറഞ്ഞപ്പോ അതിൽ ഒന്നാമതായി പറഞ്ഞത്, നമസ്കാരത്തിനിടയിൽ ഒരു മനുഷ്യൻ സംസാരിക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളാരും നിസ്കാരത്തിൽ സംസാരിക്കാറില്ല. ഇസ്ലാമിന്റെ തുടക്കത്തിൽ നമസ്കാരത്തിന്റെ ഇടയിൽ സഹാബത്ത് പരസ്പരം സംസാരിച്ചിരുന്നു എന്നാണ്. നിസ്കാരത്തിൽ ചൊല്ലിപ്പറയാനുള്ളതൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും തൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് സംസാരമുണ്ടായിരുന്നു. പിന്നെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ആയത്തിറക്കി, വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, നിങ്ങൾ അടങ്ങി ഒതുങ്ങി കുനൂത്തോടുകൂടി നിങ്ങൾ നമസ്കരിക്കണം എന്ന ആയത്തിറങ്ങി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കി എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോ നിസ്കാരത്തിൽ സംസാരിക്കുക, അത് നിസ്കാരത്തെ ബാത്തിലാക്കണ കാര്യമാണ് എന്നർത്ഥം. നമ്മളാരും സംസാരിക്കാറില്ല. അങ്ങനെ ഒരാൾ സംസാരിച്ചാൽ അറിയാതെ സംസാരിച്ചു, അറിയാതെ സംസാരിക്കൂ, എങ്ങനെയെങ്കിലും അറിയാതെ ഒരു മുമ്പിൽ അയാൾ നിസ്കരിക്കുന്ന സമയത്ത് അവിടെ മുമ്പിൽ എന്തെങ്കിലും സംഭവിക്കുകയോ അപ്രതീക്ഷിതമായ ഒരു പ്രതികരണം വരികയും ചെയ്താൽ നിസ്കാരത്തെ ബാത്തിലാക്കൂല. അതാണ് മനഃപൂർവ്വമുള്ള സംസാരം എന്ന് പറയാനുള്ള കാരണം. രണ്ടാമത്, മനഃപൂർവ്വം തിന്നുക, കുടിക്കുക, അത് ചെയ്ത നിസ്കാരം ബാത്തിലാകും. ചില പണ്ഡിതന്മാരിൽ, എല്ലാ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇത് തന്നെയാണ് പറഞ്ഞത്. എന്നാൽ സുന്നത്ത് നമസ്കാരത്തിൽ ചില മുൻഗാമികളിൽ നിന്നൊക്കെ ഇങ്ങനെ ദീർഘമായ നിസ്കാരത്തിൽ അവര് വെള്ളം കുടിച്ചിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. പക്ഷെ ഏറ്റവും പ്രബലമായ അഭിപ്രായം, അല്ലെങ്കിൽ അതിൽ ഖിലാഫില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ഏതായിരുന്നാലും നമ്മൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവും. നമ്മൾ ദീർഘമായി നിസ്കരിക്കുന്നപ്പോൾ ഈ ഗ്രഹണ നമസ്കാരമൊക്കെ ഉണ്ടല്ലോ, കുറേ നിൽക്കില്ല, എന്നാൽ കുറച്ച് വെള്ളം കുടിക്കാം എന്ന് വിചാരിച്ചാൽ പറ്റൂല. എന്നാൽ പിന്നെ ചില പണ്ഡിതന്മാർ അങ്ങനെ സുന്നത്തിൽ ദീർഘമായ മണിക്കൂറുകളോളമുള്ള നിസ്കാരത്തിൽ പറ്റും എന്ന് പണ്ഡിതന്മാരുണ്ട്, പറഞ്ഞവരുണ്ട്. പക്ഷെ അതെന്തല്ല, ഇതിൽ പ്രബലമായ അഭിപ്രായം പറ്റൂല, നിസ്കാരത്തെ അത് ബാത്തിലാക്കും എന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ പണ്ഡിതന്മാർ മൂന്നാമതായി പറഞ്ഞിട്ടുള്ളത്, നിസ്കാരത്തിലെ ചലനങ്ങളുണ്ട് സാധാരണ നിലക്ക്, നിസ്കാരത്തിലുള്ളതാണ്. അതിനു പുറമെ നമുക്ക് എന്തെങ്കിലും അപ്രത്യക്ഷമായി അല്ലെങ്കിൽ വളരെ എവിടെയെങ്കിലും ഒരു കൊതുക് കടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേദന തോന്നുകയോ
അല്ലെങ്കിൽ ഒരു ചൊറിച്ചിലൊക്കെ, വളരെ അസഹ്യമായ ചൊറിച്ചില്, അത് ചൊറിഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരത്തിൽ വസ്വാസം ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ സാധാരണ നിലക്ക് ചെയ്യാറുണ്ട്. അതല്ലാതെ പിന്നെ അനാവശ്യമായ ചലനങ്ങൾ, വെറുതെ വിരല് പൊട്ടിക്കുന്ന ആൾക്കാരുണ്ട്, നിസ്കാരത്തിന് കൈയട്ടിയിട്ട് വിരലെങ്ങനെ പൊട്ടിക്കുക, അതേപോലെ തന്നെ പിന്നെ മറ്റെന്ത് ഒരു ആവശ്യമില്ലാത്ത, നിസ്കാരത്തിന് ഹുർമത്ത് കൊടുക്കാത്ത ചലനങ്ങളൊക്കെ നിസ്കാരത്തെ ബാത്തിലാക്കും. അപ്പൊ അതും ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ പൊട്ടിച്ചിരിക്കുക. അപ്പൊ പൊട്ടിച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ചിരി പറ്റുമോ? അവിടെ ഒരു ചർച്ച ഉണ്ടല്ലോ, ചിരിക്കല് പറ്റുമോ? അപ്പൊ നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തെക്കുറിച്ചും സ്വർഗത്തിന്റെ വിഭവങ്ങളെക്കുറിച്ചും പരലോകത്തെ അനുഗ്രഹങ്ങളൊക്കെ കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തുകളിൽ ഓതുന്ന സമയത്ത്, അതേപോലെ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും, അവരത് കണ്ടിട്ട് അവർ അതിന്റെ ആസ്വാദനം കൊണ്ട് ചിരി വന്നു, അഥവാ പുഞ്ചിരിയും ആസ്വാദനവും വരിക, അതിന് തടസ്സമില്ല. അതേപോലെ തന്നെ നരകത്തിന്റെ ആയത്തുകൾ വരുന്ന സമയത്ത് കരയുന്നു. അപ്പൊ അത് ഇതിനെ നിസ്കാരത്തെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്നാൽ ഒരാള് നിസ്കാരത്തിൽ മറ്റൊരാള് തമാശാക്കി, അല്ലെങ്കിൽ രണ്ടാള് തമാശ പറഞ്ഞിട്ട് പിന്നെ ചിരിച്ചു, അത് പറ്റൂല. നിസ്കാരത്തെ അത് ബാത്തിലാക്കി കളയും എന്നർത്ഥം. പിന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് നിസ്കാരത്തിന്റെ വാജിബോ റുക്കുനോ ഒഴിവാക്കുക. നിസ്കാരത്തിന്റെ വാജിബോ റുക്കുനോ, വാജിബുകൾ ഏതാണ് റുക്കുനുകൾ ഏതാണെന്ന് ഇപ്പൊ നമുക്ക് അറിയാം അല്ലേ? ഒരാൾ കൽപ്പിച്ചു കൂട്ടി റുക്കുനും വാജിബും ഒക്കെ ഒഴിവാക്കി, നിസ്കാരം ബാത്തിലാണ്. അത് നമ്മൾ റുക്കുനും വാജിബും പറഞ്ഞ സമയത്ത് സൂചിപ്പിച്ചതാണ്. ഒന്നു മുറിഞ്ഞ നിസ്കാരം ബാത്തിലാണ്, ഒന്ന് നിർബന്ധമാണെന്നറിയാം. പക്ഷെ ഒരാൾക്ക് സംശയം, ഒന്ന് മുറിഞ്ഞോ മുറിഞ്ഞില്ലേ? ഒന്ന് മുറിഞ്ഞോ മുറിഞ്ഞില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരാള് നിസ്കരിക്കുന്ന സമയത്ത് ശൈത്താൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് വസ്വാസം ഉണ്ടാക്കും. ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്, സുജൂദിന്റെ സമയത്തൊക്കെ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് എന്ന് അവന് വസ്വാസം ഉണ്ടാക്കും. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് ഒരു നാറ്റമോ അല്ലെങ്കിൽ ഒരു സൗത്തോ ഒരു ശബ്ദമോ കേൾക്കുന്നവരെ നിങ്ങൾ നിസ്കാരത്തിൽ നിന്ന് പിരിയാൻ പാടില്ല. നിസ്കാരത്തെ ബാധിച്ചിട്ടില്ല, സംശയം ഉണ്ടെങ്കിൽ ഒന്നു മുറിഞ്ഞോ മുറിഞ്ഞില്ലേ, കീവായി പോയോ പോയില്ലേ എന്ന് സംശയം. അപ്പൊ ഈ സംശയത്തിന്റെ പിന്നാലെ പോകണ്ട, നിസ്കാരം തുടരുക, അതാണ് അതിൽ ചെയ്യേണ്ടത് ഏട്ടാ. എന്നാൽ ഒന്നു മുറിഞ്ഞു എന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം, നമ്മളൊരു ശബ്ദവും വന്നില്ല, നാറ്റമൊന്നുമില്ല, എന്നാലും കീവായി പോയിട്ടുണ്ട് എന്ന് അറിയാം നമുക്ക്. അപ്പൊ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. പിന്നെ ശബ്ദവും നാറ്റവും വന്നാൽ പിന്നെ ഏതായാലും ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അപ്പോ ഒന്ന് മുറിഞ്ഞോ മുറിഞ്ഞിട്ടില്ല എന്ന് സംശയം ഉണ്ടെങ്കിൽ നിസ്കാരം ഒഴിവാക്കി പോകേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി ഔറത്ത് വെളിവാകുക. നിസ്കാരം ഒരു മനുഷ്യന്റെ, ഒരു സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, ഔറത്ത് നിസ്കാരത്തിൽ മറക്കേണ്ട ഭാഗങ്ങൾ, അത് നമ്മൾ അറിയാതെ നമ്മൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഔറത്ത് വെളിവായി എന്ന് വിചാരിക്കാം, അതിന് ബാധിക്കണ പ്രശ്നമില്ല. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോട് പറഞ്ഞല്ലോ, നിങ്ങൾ പുരുഷന്മാർ ഉയർന്നതിന്റെ ശേഷം തല ഉയർത്തിയാൽ മതി. പെണ്ണുങ്ങൾ, റസൂലുള്ളാഹിന്റെ പള്ളിയിൽ പെണ്ണുങ്ങൾ ബാക്കിലാണ് നിസ്കരിക്കുക. അപ്പോൾ പുരുഷന്മാർക്കൊന്നും പൂർണ്ണമായിട്ടുള്ള വസ്ത്രമില്ല, ഒക്കെ പാവങ്ങളും പ്രയാസപ്പെടുന്ന ആളുകളുമാണ്. അപ്പോ വലിയ തുണിയൊന്നും ഇല്ലാത്ത ആളുകൾ ചിലപ്പോ അവരുടെ ഔറത്ത് കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ പുരുഷന്മാര് സുജൂദിൽ നിന്നൊക്കെ എണീറ്റിന്റെ ശേഷം നിങ്ങൾ എന്താക്കിയാൽ മതി, എണീറ്റാൽ മതി, തല ഉയർത്തിയാൽ മതി എന്നൊക്കെ പറയുന്ന ഹദീസുകൾ കാണാൻ സാധിക്കും. അപ്പോ ആ നിലക്ക് അപ്രതീക്ഷിതമായി ഔറത്ത് വെളിവാകുന്ന കാര്യമല്ല. പക്ഷേ ഔറത്ത് വെളിവായി പിന്നെ അത് ഇനി മറക്കാൻ പറ്റൂല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ തുണി കീറിയെന്ന് വിചാരിക്കുക, തുണി കീറി, അപ്പൊ പിന്നെ അതിൽ മറക്കാൻ പറ്റൂല, നിസ്കാരത്തിന്റെ അടിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിസ്കാരം ഒഴിവാക്കുക. അതല്ലാതെ അപ്രതീക്ഷിതമായ രീതിയിൽ എന്തെങ്കിലും ഒരു തുണി മാറുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചല്ല ഈ പറഞ്ഞത്. അതേപോലെ തന്നെ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ശരീരത്തിലെ നജസായി, ശരീരത്തിന് നജസിനെ നിസ്കരിക്കാൻ പാടില്ല നമുക്കറിയാം. നിസ്കരിച്ചു കൊണ്ടിരിക്കെ ശരീരത്തിന് നജസായി അല്ലെങ്കിൽ നജസ് ഉണ്ട് എന്ന് നമ്മൾ നിസ്കാരത്തിൽ ഒരാൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിൽ നജസായിട്ടുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളെ തട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മുണ്ടിലോ കുപ്പായത്തിലോ ഒക്കെ അവിടെ നജസ് ഉണ്ട് എന്നൊരാൾ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഒരു കുട്ടിയുടെ കാഷ്ടം നിങ്ങളുടെ ഇവിടെ ഉണ്ട്, ഈ ബാഗ് ഭാഗത്തുണ്ട് എന്നൊരാൾ നിസ്കാരത്തിൽ ഒരാൾ നമ്മോടൊന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളെ തട്ടത്തിലുണ്ട്. അപ്പൊ നമ്മളതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് അത് നിസ്കാരത്തിൽ തന്നെ ആ നജസിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ, അഥവാ നമ്മൾ ധരിച്ച വസ്ത്രമാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റൂല. ഇപ്പൊ നമ്മളെ മുണ്ട്, ചില ആളുകളൊക്കെ തോർത്ത് മുണ്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഷാളോ മുണ്ടോ ടവലോ കർച്ചീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അതിലെന്തെങ്കിലും നജസ് ഉണ്ടെന്ന് മനസ്സിലായി, നിസ്കാരത്തിന് മാറ്റാൻ പറ്റുമോ?
മാറ്റിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അയാൾക്ക് നിസ്കാരം തുടരാം. എന്താ അതിന് തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് ചെരുപ്പിട്ടാണ് നിസ്കരിക്കുന്നത്. റസൂലുള്ളാഹി നിസ്കാരത്തിനിടയിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് അയച്ചു വെച്ചു. ഇത് കണ്ട് സഹാബികൾ എല്ലാവരും ചെരുപ്പ് അയച്ചു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം ചോദിച്ചു, എന്ത് നിങ്ങൾ എന്താ ചെരുപ്പ് അയച്ചു വെച്ചത്? റസൂൽ, നിങ്ങൾ ചെരുപ്പ് അയച്ചു വെച്ചുകൊണ്ട് ഞങ്ങളും ചെരുപ്പ് അയച്ചു വെച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ജിബ്രീൽ വഹയുമായി വന്നു, റസൂൽ എന്റെ ചെരുപ്പിൽ എന്തുണ്ട്, മാലിന്യമുണ്ട് എന്നുള്ളത് ഞാൻ അയച്ചു വെച്ചു. അപ്പൊ മാലിന്യമുള്ളൊരു സാധനം നീക്കാം, തന്റെ ശരീരത്തോട് ചേർന്ന സാധനം നീക്കാൻ പറ്റണതാണ് നീക്കി വെച്ചു. അപ്പൊ ചെരുപ്പിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? ചെരുപ്പിൽ മാലിന്യം ഇല്ലെങ്കിൽ ചെരുപ്പിട്ട് നിസ്കരിക്കാം. ചില ആൾക്കാരുടെ ചെരുപ്പ് ഊരിട്ട് നിസ്കരിക്കണം, അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമ്മള് പള്ളിയത്തെ കാര്യമല്ല പറയണത്, അല്ലാത്ത സമയത്ത് ചിലപ്പോൾ മയ്യത്ത് നിസ്കാരങ്ങളോ അല്ലെങ്കിൽ പള്ളി നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് നിസ്കരിക്കുന്നത്. അപ്പൊ ചെരുപ്പിൽ മാലിന്യം ഇല്ലെങ്കിൽ, ഷൂമ് മാലിന്യം ഇല്ലെങ്കിൽ ഷൂവും ചെരുപ്പിട്ട് നിസ്കരിക്കുകയാണ് വേണ്ടത്. അയച്ച് ചില ആൾക്കാർ അതിന്റെ മുകളിൽ നിസ്കരിക്കുക, അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ പിന്നെ നമ്മുടെ ശരീരത്തിൽ നജസ് നമുക്ക് ഒരിക്കലും അയച്ചു മാറ്റാൻ പറ്റാത്ത നജസാണെങ്കിൽ അതെന്ത് ചെയ്യണം, പോയിട്ട് മാറ്റിയിട്ട് വേറെ നിസ്കരിക്കണം. അതല്ല അപ്പൊ തന്നെ നീക്കി വെക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യാം, അത് നിസ്കാരത്തെ ബാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക. ഇനി നിയ്യത്ത് മാറൽ എങ്ങനെ? നിസ്കാരത്തിൽ നിയ്യത്ത് മാറുക, നിസ്കാരത്തിൽ എങ്ങനെ നിയ്യത്ത് മാറുക പറഞ്ഞാട്ടെ. മഗ്രിബിന്റെ സമയത്ത് ഇശ നിയ്യത്ത് വെച്ചുകൊണ്ട് ഏത് നിസ്കരിക്കുക? മഗ്രിബ് നിസ്കരിക്കുക. ഇശാന്റെ സമയത്ത് മഗ്രിബിന്റെ നിയ്യത്ത് വെച്ചിട്ട് മഗ്രിബ് നിസ്കരിക്കുക. അപ്പൊ നിയ്യത്ത് മാറുന്നില്ലല്ലോ. അപ്പൊ അയാളെ മനസ്സിൽ നിയ്യത്ത് ഇശ ആണെന്ന് അല്ലേ? അയാൾ വെച്ചു തുടങ്ങി തന്നെ. അപ്പൊ ഏതായാലും നിസ്കാരമില്ലല്ലോ, നിസ്കാരത്തിൽ ഇപ്പൊ നിയ്യത്ത് മാറിയിട്ടില്ല. ഓൾറെഡി നിസ്കരിക്കുമ്പോ തന്നെ ആ നിയ്യത്തിലാണല്ലോ ഉള്ളത്. അയാളെ നിയ്യത്ത് തന്നെ എന്താണ്, ഞാൻ ഇശ നിസ്കരിക്കുകയാണെന്നാണല്ലോ. മഗ്രിബ് ശരി ആയിക്കോട്ടെ, അതൊരു ഒരു നിയ്യത്തിൽ വരുന്ന പെശകാണ്. ഞാനൊന്ന് പറഞ്ഞുതരാം, ഒന്ന് പറഞ്ഞു നോക്കാം നമ്മള്. അഥവാ ഒരാള് സുബീന്റെ രണ്ടരക്കാത്തുണ്ട്, സുബീന്റെ മുമ്പുള്ള രണ്ടരക്കാത്ത് വീട്ടിൽ നിസ്കരിച്ചു. സുന്നത്ത് വീട്ടിൽ നിന്നാണല്ലോ നമ്മൾ നിസ്കരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി, വീട്ടിൽ നിസ്കരിച്ച് ഓർമ്മല്ല, സ്ഥിരമായി സംഭവിക്കണം. വീട്ടിൽ നിസ്കരിച്ചത് ഓർമ്മല്ല. അങ്ങനെ ഒന്നും കൂടി നമ്മൾ നിയ്യത്ത് വെച്ചു, എന്ത്, ഒന്നുകൂടി നിസ്കരിക്കണം. സുബീന്റെ മുമ്പുള്ള രണ്ടരക്കാത്തേ പള്ളിയിൽ നമ്മൾ ആ തഹിയ്യത്തിന്റെ നിയ്യത്തും പിന്നെ നമ്മൾ പള്ളി കയറി നിസ്കരിക്കല്ലോ, അതിന്റെ കൂടെ പിന്നെ നമുക്ക് ഈ റവാത്തിബ് സുന്നത്തുകളൊക്കെ നിസ്കരിക്കാലോ, ഒരേ നിയ്യത്തിലായിക്കൊണ്ട്. പിന്നെ നിയ്യത്ത് എന്താ ഉള്ളത്? സുബീന്റെ മുമ്പുള്ള രണ്ടരക്കാത്താണ് ഞാൻ നിസ്കരിക്കുന്നത്, അതിന്റെ കൂടെ തഹിയ്യത്തും. പിന്നെ നിസ്കാരം എങ്ങനെയാണ് തുടങ്ങിയ ഒരു റക്കാത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പരിയെന്ന് നിസ്കരിച്ചെന്ന് ഓർമ്മ. ഒരു അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രണ്ട് നിസ്കരിക്കുക. അപ്പോ അതിനെ തഹിയ്യത്തായിട്ട് അല്ലെങ്കിൽ അതിനെ മുത്തലക്കൻ അഥവാ പ്രത്യേകിച്ച് ഏത് സമയത്തും ഒരാൾക്ക് നിസ്കരിക്കാം. രണ്ട് റക്കാത്ത് നിസ്കരിക്കാം. അപ്പൊ അതിലേക്ക് നിയ്യത്ത് മാറ്റാന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ഫർദ് നിസ്കാരം നമ്മൾ ദൂറ് നിസ്കരിച്ച് ഓർമ്മയില്ല നമുക്ക്. ഇപ്പൊ യാത്രയിലാണെന്ന് വിചാരിക്കാം. അപ്പൊ യാത്രയിൽ നമ്മൾ ളുഹർ നിസ്കരിച്ചിട്ടുണ്ട്. പിന്നെ അസർ നമ്മളൊരു പള്ളിയിൽ കയറി, അപ്പൊ ളുഹർ നിസ്കരിച്ച് ഓർമ്മയില്ല. അപ്പൊ ആദ്യം അസർ നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ ളുഹർ വീണ്ടും നിസ്കരിക്കണം. ഒരു റക്കാത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓർമ്മ വന്ന്, എന്ത്, ളുഹർ നിസ്കരിച്ചിക്കണല്ലോ എന്ന് ഓർമ്മ വന്നു. അപ്പൊ മെല്ലെ അയിമതിനെ മാറ്റി ഞാൻ അസറാക്കുന്നു. പറ്റുമോ? പറ്റൂല. നിസ്കാരം ഒഴിവാക്കണം. അല്ലെങ്കിൽ അത് ഒന്നിലെ നിസ്കാരം ഒഴിവാക്കുക, അല്ലെങ്കിൽ അത് ഈ പറയപ്പെട്ട രീതിയിൽ മുത്തലക്കായിട്ടുള്ള നിസ്കാരത്തിലേക്ക് നിയ്യത്ത് മാറ്റുക. ആ നിയ്യത്ത് മാറ്റൽ പറ്റും. അതെ, രണ്ടരക്കാത്ത എന്നുള്ള നിലക്ക് സുന്നത്താക്കിയിട്ട്, അഥവാ മുഅയ്യനായ നിർണിതങ്ങളായ നിസ്കാരങ്ങൾ
നിർണിതങ്ങളായ നിസ്കാരങ്ങൾ ഉണ്ടല്ലോ, ഇപ്പോൾ ളുഹർ, അസർ, മഗ്രിബ്, ഇശാ അങ്ങനെയുള്ള സാധനങ്ങൾ, അതൊന്നും നിയ്യത്ത് പിന്നെ നിസ്കാരത്തിന്റെ അടിയിൽ മാറ്റാൻ പറ്റൂല. നേരെ മറിച്ച് ഇങ്ങനെ പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ പറയപ്പെട്ട മുത്തലക്കായ നിസ്കാരത്തിലേക്ക് നിയ്യത്ത് മാറ്റാം, അല്ലെങ്കിൽ പിന്നെ അത് ഒഴിവാക്കിയിട്ട് വേറെ നിസ്കരിക്കണം എന്നൊക്കെയാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ചർച്ചകൾ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ശരി, ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്ത് പിന്നെ ഈ ഒരു മുഅയ്യനായ നിസ്കാരം, ളുഹർ നിസ്കാരം നിസ്കരിച്ചിക്കണ്, പിന്നെ ഒന്നുകൂടി ളുഹർ നിസ്കരിച്ചപ്പോൾ അസറിലേക്ക് മാറ്റുക, അത് പറ്റൂല. അതേപോലെ തന്നെ പിന്നെ മുത്ലഖായ നിസ്കാരം മുഅയ്യനിലേക്ക് മാറ്റാൻ പറ്റൂല. നമ്മൾ 2 റക്അത്ത് വെറുതെ നിസ്കരിക്കണം, അപ്പോഴാണ് ഓർമ്മ എന്ത് ളുഹർ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന്, ളുഹർ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന്. അപ്പൊ പിന്നെ ഇതങ്ങട്ട് ളുഹറാക്കുക, 1 റക്അത്ത് കഴിഞ്ഞതിന് ശേഷം ഓർമ്മ, ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതെന്നാ ളുഹറാക്കാൻ പറ്റൂല. സുന്നത്ത് നിസ്കാരം ഫർളാക്കാൻ പറ്റൂല, ഫർള് വേറെ ഫർളാക്കാൻ പറ്റൂല. അതിനെ സുന്നത്താക്കാം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ മുത്തലക്കായിട്ടുള്ള നിസ്കാരത്തിലേക്ക് മാറ്റാൻ പറ്റും. വൈദാ കാനൽ മിൻ മുഅയ്യനിൽ മുത്തലക്കിൻ ഫലാ ബഅസ്. മുഅയ്യനായ ഏതെങ്കിലും നമ്മൾ ഫർള് എന്നല്ല, ഒരു നിശ്ചിത നിസ്കാരം, ഫർളാകട്ടെ സുന്നത്താകട്ടെ, ഒരു നിശ്ചിത നിസ്കാരം നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഞാൻ ഓൾറെഡി നിസ്കരിച്ചതാണല്ലോ എന്ന് ഓർമ്മ വന്നു. അപ്പൊ എന്താ അത് മുത്തലക്കായ, പിന്നെ സാധാരണ നിലക്ക് നമുക്ക് എപ്പോഴും പിന്നെ ഒരു എന്താണ് ഫർളല്ലാത്ത, നിശ്ചിത സുന്നത്തല്ലാത്ത സാധാരണ മുത്തലക്കായ നിസ്കാരം എന്നാ പറയാം. ആ നിസ്കാരത്തിലേക്ക് മാറ്റണതിന് കുഴപ്പമില്ല, അല്ലാതെ പറ്റൂല. അതേപോലെ തന്നെ കിബിലയുടെ സ്ഥാനത്ത് നിന്ന് മാറല്, കിബിലക്ക് നേരെ തിരിയാന്നുള്ളത് നിർബന്ധമാണ്. കിബിലക്ക് നേരെ തിരിയാന്നുള്ളത് ഇപ്പോ വാഹനത്തിലെ കാര്യമല്ല പറഞ്ഞു, വാഹനത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. വാഹനത്തിൽ ചിലപ്പോൾ നമുക്ക് കിബിലിന്റെ ഭാഗം തന്നെ കിട്ടിക്കോളണമെന്നില്ല. മാക്സിമം കിബിലിന്റെ ഭാഗം എവിടേക്കാൻ നോക്കി നിസ്കരിക്കാൻ തുടങ്ങാം, പിന്നെ വാഹനം എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് പിന്നെ വേറൊന്നും ചെയ്യാല്ല. നേരെ മറിച്ച് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ കിബിലന്റെ നേരല്ല നിസ്കരിക്കണമെന്ന് വിചാരിക്കുക. കിബിലന്റെ നേരല്ല നിസ്കരിക്കണത്, അത് നമ്മൾ അറിയാതെ നിസ്കരിച്ചതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അറിയാതെ നിസ്കരിച്ചതാണ്, നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു റൂം എടുത്ത് താമസിക്കുകയാണ്, നെറ്റും ടവറൊന്നും ഇല്ല, അപ്പൊ ഏറെക്കുറെ ധാരണ വെച്ച് അവിടെ നിന്ന് പിന്നെ ആരോടും ചോദിക്കാല്ലോ, രാത്രി 2 മണിക്കാണ് നമ്മൾ റൂം എടുത്തത്, അങ്ങനെയൊക്കെ സംഭവിക്കാലോ. അപ്പൊ നമുക്ക് അറിയില്ല. എന്നാൽ നേരെ മറിച്ചിപ്പോ നമ്മളൊരു പിന്നെ ഒരു ഓഡിറ്റോറിയത്തിലോ ഇതുപോലുള്ള സ്ഥലത്തോ, പള്ളിയിലാണെങ്കിൽ ആളുകൾക്ക് മിഹ്റാബോടെയാണ്, ഒരാൾ കിബിലക്ക് നേരെ അല്ലാതെ നിസ്കരിക്കണ കാണുകയാണ്. അപ്പൊ ഞാനിങ്ങനെ നിസ്കരിക്കുന്നു, ഞാൻ കിബിലക്ക് നേരെ അല്ല നിസ്കരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നിങ്ങനെ തിരിക്കുക, പറയാം ആദ്യം, നിങ്ങൾ കിബിലക്ക് നേരെ അല്ല നിസ്കരിക്കണം, ഞങ്ങളൊന്നും ഇങ്ങോട്ട് തിരിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയാം. അപ്പൊ അയാൾക്ക് ബാക്കി തുടരാം. ഇനി നമ്മൾ കിബിലക്ക് നേരെ തന്നെയാണ് നിസ്കരിക്കണത്, പിന്നെ ഇങ്ങനെ നിസ്കരിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം എന്താണ് തിരിഞ്ഞിട്ട് കിബിലയും തെറ്റിക്കണം, പറ്റില്ല. അങ്ങനെയൊക്കെ വളരെ സാധ്യത കുറവാണ്. അങ്ങനെ കിബിലയുടെ സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തെ ബാത്തിലാക്കും. അപ്പോ ഇങ്ങനെയുള്ള പിന്നെ ഇതിൽ വേറെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പല മദ്ഹബിലും പല അഭിപ്രായങ്ങളൊക്കെ കാണാൻ സാധിക്കും പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ. ഏതായിരുന്നാലും ഈ സംഗതികൾ ഉണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാണ്, നിസ്കരിക്കണം എന്നർത്ഥം. അതെ, അതൊരു ഒരു പോസിബിലിറ്റിയാണത്. ഇപ്പൊ നമ്മളൊക്കെ നിസ്കരിക്കണ സമയത്ത് നമ്മളൊപ്പമുള്ള ചെറിയ കുട്ടികള്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ്, കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കാര്യങ്ങളൊക്കെ പറയണതാണ്. ചെറിയ വായിൽ വലിയ അർത്ഥാനൊക്കെ പറയും. അപ്പൊ നമുക്കെന്നെ നിസ്കാരത്തിൽ നമ്മൾ ചിലപ്പോൾ കേൾക്കും, അപ്പൊ ചെറിയ പുഞ്ചിരി വരും, അത് നിസ്കാരം പാത്തി. അതാണ് പിന്നെന്ത് നമ്മളിവിടെ പറഞ്ഞത് പൊട്ടിച്ചിരിക്കൽ എന്ന് പറഞ്ഞത്. നമ്മളെ നിയന്ത്രണത്തില്ലാത്ത നമ്മൾ പൊട്ടിച്ചിരിച്ചു എന്ന് വിചാരിക്കാം, നിസ്കാരം പാത്തിലാണ്. അതല്ലാത്ത രീതിയിൽ ചെറിയ രീതിയിൽ ചിരി വന്നാൽ നിസ്കാരം പാത്തിലാവൂല. അത് നല്ല ചോദ്യങ്ങൾ ചോദിച്ച് സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികളുണ്ടല്ലോ, 2 വയസ്സുള്ള 3 വയസ്സുള്ള കുട്ടികളൊക്കെ ഓല് തമ്മിൽ പരസ്പരം സംസാരിക്കുന്നുണ്ടാവും. ഓല് വലിയ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ ഓല് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചിരി വരും. അപ്പൊ നമ്മളെന്താ ഒന്നു പിന്നെ സ്വാഭാവികമായിട്ടും ഓല് ഒച്ച സംസാരിക്കണ്ട, നമ്മൾ അടുത്ത് സംസാരിക്കായിരിക്കും. അപ്പൊ പൊട്ടിച്ചിരിക്കാൻ പറ്റൂല. ചെറിയ രീതിയിൽ ചിരി വന്നാൽ അത് കലയിൽ ചെറുതൊക്കെ അതൊക്കെ നികത്തപ്പെടും എന്നുള്ളതാണ് ഖായിദ. വല്ലാഹു അലം. ശരി, ഇനി നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട സംഗതിയാണ്, ഒറ്റക്ക് നിസ്കരിക്കാൻ നിൽക്കുന്ന ആള്, അതുപോലെ തന്നെ ഇമാമ് നിസ്കരിക്കുമ്പോൾ മറ നിർബന്ധമാണ്. ഹദീസുകളിൽ അങ്ങനെ തന്നെയാണ്
വന്നിട്ടുള്ളത്. മറ നിർബന്ധമായിട്ടും ഉണ്ടാകണം. ഇപ്പൊ ഇത്രയും ആൾക്കാരെ കാണാൻ സാധിക്കും. പള്ളിയിൽ നടുവിൽ ഒന്നാണ് ഒരു കസേരന്റെയോ അല്ലെങ്കിൽ ഒരാളിന്റെ പിന്നിലോ അല്ലെങ്കിൽ സുത്ര ഉണ്ടാവും, അല്ലെങ്കിൽ ചുമരിന്റെയോ തൂണിന്റെയോ ഒക്കെ പിന്നിൽ നിസ്കരിക്കാൻ പാടുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മരുഭൂമിയിലാണെന്ന് വിചാരിക്കുക, ആരും നമ്മളെ മുമ്പിലൂടെ പോകാനില്ല, വിശാലമായ മരുഭൂമി, എന്നാലും ഒരു കൊമ്പെങ്കിലും കുത്തി വെക്കണം എന്ന് പറഞ്ഞു. ഇനി കൊമ്പ് കുത്താനില്ലേ, ഒരു വരെങ്കിലും വരക്കണം. പണ്ഡിതന്മാർ ഈ വര പറ്റൂല എന്ന് പറഞ്ഞു. ആ വരാണ് ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാല്, ആ വരന്റെ ഉദ്ദേശം മനസ്സിലാക്കാനുള്ള വരയാണ്. ഇതിന്നിപ്പോ ഇവിടെയും വരണ്ട്, അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട്. ഇനി പള്ളിയിൽ ഈ വര പറ്റൂല, അതിനൊരു കതിർ വലിപ്പം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വര പറ്റൂല. അത് അവിടെ ഒന്നും കിട്ടാത്ത കാര്യം പറഞ്ഞു. ഒരു സ്ഥലത്ത് ഒന്നും വെക്കാനില്ല, ഒരു മരുഭൂമിയിലോ ഒരു പറമ്പിലോ നിസ്കരിക്കുകയാണെന്ന് വിചാരിക്കുക, അവിടുത്തെ കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ പള്ളിന്റെ വര ഉണ്ടല്ലോ, സൊഫിന്റെ വര ഉണ്ടല്ലോ, അതും സുത്രയാക്കാൻ പറ്റുമോ? സുത്രാക്കാൻ പറ്റൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ സ്വീകരിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും 3 മുഴം അകലുണ്ടായിരുന്നു. മറയുടെയും നബിയുടെയും ഇടയിൽ 3 മുഴം അകലം ഉണ്ടായിരുന്നു. അപ്പൊ സൂത്ര നീളം നമുക്ക് ആ മറ കുറെ അങ്ങോട്ട് വെക്കാനും പറ്റൂല. എന്നാ ഒരാൾക്ക് സാധാരണ നിലക്ക് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം അതാണ്. ഇനി അതിന്റെ ഇടയിലൂടെ ഒരാൾ പോവുകയാണെങ്കിലോ അയാളെ തടുത്തു വെക്കണം, അയാളെ തടുക്കണം. കുട്ടികളാണെങ്കിൽ ശരി, ബുദ്ധിയില്ലാത്ത കുട്ടികളാണെങ്കിൽ പിന്നെ ഒന്നും നമുക്ക് ചെയ്യാനില്ല കേട്ടോ. കുട്ടികളാണെങ്കിൽ നമുക്ക് തടുക്കാം, ഓല അങ്ങോട്ട് പോയാലും പ്രശ്നമില്ല, നമുക്കൊന്നും ചെയ്യാനില്ല. ബുദ്ധിയില്ലാത്ത കുട്ടികളാണ്, അത് എല്ലാത്തിനും ഇളവുള്ളതാണ്. എന്നാൽ ഒരാള് മറ ഉണ്ടായിട്ടും നമ്മൾ തടുത്തിട്ടും പോവുകയാണെങ്കിൽ ഓനെ പോകാൻ അയക്കരുത്, ഓനെ അടിക്കണം, ഓനെ യുദ്ധം ചെയ്യണം എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. മനസ്സിലായില്ലേ? ഓനക്ക് എന്ത് പറ്റിന്ന് വിചാരിച്ച ഇസ്ലാമിക കോടതിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓൻ അങ്ങോട്ട് മസിലൊടിച്ച് പോകുന്നതാണ്, ഓനെ പോകാൻ അയച്ചില്ല. അപ്പൊ ഓൻ നമ്മളെന്തോ ചെയ്ത് ഓൻ തിരക്കിട്ട് അല്ലെങ്കിൽ തിരക്കി അടിച്ചു പോവുകയാണെങ്കിൽ ഓനെ പിടിച്ചടിക്കാം. ഇല്ല ഇല്ല, നിസ്കാരത്തിനെ ബാധിക്കൂല. അപ്പൊ അഥവാ അങ്ങനെ ആരും ചെയ്തിട്ടല്ല, പക്ഷെ ഹദീസിലുള്ളതാണ്, ഹദീസിലുള്ള നബി പറഞ്ഞ വാക്കാണത്. അപ്പോ തടുക്കണം, ശക്തമായ രീതിയിൽ തന്നെ തടുക്കണം, പോകാൻ അയക്കരുത്. നിസ്കാരത്തിലെ മുമ്പിലൂടെ നടക്കുന്ന ആളിന്റെ കുറ്റം അറിഞ്ഞാൽ അവൻ പിന്നെ 40 വർഷത്തോളം അവിടെ നിൽക്കുന്നവർ. നിസ്കാരത്തിന്റെ മുമ്പ് കൂടെ നടക്കുക. ചില ആളുകൾക്കൊന്നും യാതൊരു പേടിയില്ല, അത്രയ്ക്ക് ഗൗരവമാണ്. അതിന്റെ ശിക്ഷ അറിയണമെങ്കിൽ അവൻ അവിടെ നിൽക്കും. ഇപ്പൊ 40 കൊല്ലം നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ നിൽക്കും നടത്തും. മറല്ലാതെ ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാൾ മറ വെക്കൽ അയാൾക്ക് നിർബന്ധമാണ്. ഇപ്പൊ നമ്മൾ കാണൂല, മറ ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മൾ കാണും. അപ്പോഴും അയാൾ തടുത്തു വെച്ചാല് നമ്മൾ അപ്പുറത്ത് കൂടി പോവല്ലാതെ. പറ്റുകയാണെങ്കിൽ ബാക്ക് കൂടി പോവുക നല്ലത്. അതല്ലെങ്കിൽ പിന്നെ കുറച്ച് ദൂരത്ത് കൂടിയാണ് പോവാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റൂല. അയാളെ നിസ്കാരത്തിന്റെ അയാളെ മറന്റെ ഒരു ദൂരം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് കൂടി പോവുക. ഇല്ല, ഒന്നും ചെയ്യാനില്ല. അറിയാതെ പോവുക, കുട്ടികൾ നടന്നു പോവുക, അതൊക്കെ എന്താണ്? ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതൂല എന്ന് പറഞ്ഞ സംഗതിയാണ്. അഥവാ അവർക്ക് കുറ്റമില്ല. ശരി, അപ്പൊ മറ വെക്കണം എന്ന് പറഞ്ഞു. ആർക്കാണ്? ഒറ്റക്ക് നിസ്കരിക്കുന്നവരും ഇമാമിനും. മാമൂമികൾക്കോ? മാമൂമികൾക്ക് ഇമാമാണ് മറ. മാമൂമികൾക്ക് ചിലപ്പോ ഉണ്ടാവോ ഇമാം ഒരു സൊഫ് കയറിയിട്ടാ നിൽക്കണത്. ചില ആൾക്കാരൊക്കെ ചോദിക്കും, ഇമാം ഒരു സൊഫ് കയറിയിട്ടാ നിൽക്കണത്. മെഹ്റാബ് ഉണ്ടെങ്കിൽ ഇമാമ് മെഹ്റാബിന്റെ ഉള്ളിലാവുമ്പോ മാമൂമികൾക്കൊക്കെ മറ കിട്ടും. നേരെ മറിച്ച് ഇമാം ഒരു സൊഫ് കയറിയിട്ടാ നിൽക്കുന്നത്, ഇമാമിന് മറയുണ്ട്, നമുക്ക് മറയില്ലല്ലോ, എന്തെങ്ങനെ? പ്രശ്നമില്ല, ഇമാമാണ് മറ. പിന്നെ സൊഫിന്റെ അടിയിൽ കൂടെ നടന്നാൽ കുഴപ്പമില്ല, സൊഫിന്റെ അടിയിലൂടെ നടക്കണേന് കുഴപ്പമില്ല. ഇവിടെ ഇമാമുണ്ട്, നിങ്ങളവിടെ സൊഫായി നിസ്കരിക്കുകയാണ്, എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയാണ് പോകണം എന്ന് വിചാരിക്കാം. വെറുതെ പോകണ്ട, എനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കണം, എന്നാൽ സൊഫിന്റെ അടിയിൽ കൂടെ നടക്കാം. സൊഫിന്റെ അടിയിൽ കൂടെ നടക്കണേന് തടുക്കാൻ പാടില്ല, സൊഫിന്റെ അടിയിൽ കൂടെ നടക്കണേന് തടുക്കാൻ പാടില്ല. നമ്മൾ ഈ സൊഫാണ് നമ്മൾ പറഞ്ഞത്. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ പറഞ്ഞു തടുക്കണം, ഇതാക്കി വെക്കണം, നടക്കാൻ പാടില്ല. നേരെ മറിച്ച് സൊഫ് ആയ ആളുകൾ നിൽക്കുകയാണ്, നിസ്കാരം നടക്കുകയാണ്, അങ്ങനെ സൊഫിന്റെ അടിയിൽ കൂടെ നടക്കുക, ആൾക്കാരെ മുമ്പിലൂടെ നടക്കുക, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നടന്നു പോകാം, തടുക്കാൻ പാടില്ല. ശരി, ഇനി നിസ്കാരത്തില് നിൽക്കുന്ന സമയത്ത് എത്രയാണ് അകലം? കാല് വല്ലാതെ നീട്ടിവെക്കാൻ പറ്റൂല. ഒരു മനുഷ്യന്റെ ഒരു 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 ബോഡിക്ക് ഒരു ലെവൽ ഉണ്ടല്ലോ, അതിനനുസരിച്ച് അവന്റെ കാലുണ്ടാകാൻ പാടുള്ളൂ.
കുറേ നീട്ടി വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സുജൂദ് ചെയ്യാനും നമുക്ക് റുക്കു ചെയ്യാനൊക്കെ മറ്റേ ചുരുക്കി വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. മറ്റേ ആൾക്ക് സൊഫ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ വെക്കണം, വളരെ അടുപ്പിച്ച് വെക്കുന്നു. അപ്പൊ പിന്നെ കാലുകൾ അടുപ്പിച്ച് വെക്കാൻ പ്രയാസമായിരിക്കും. ഒരാൾ ഇങ്ങനെ കാല് വെക്കേണ്ടത് അത് ബുദ്ധിമുട്ടാണ്. മാന്യമായ രീതിയിൽ പറ്റ അകലുമല്ല പറ്റ അടുത്തുമല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യണം? കാലുകൾ പരസ്പരം മിതമായ രീതിയിൽ അകറ്റി വെക്കുക എന്നർത്ഥം കേട്ടാ. അല്ലെങ്കിൽ സൊഫിന്റെ പൂർണ്ണതയെ ബാധിക്കും. പിന്നെ സൊഫിന്റെ മര്യാദയായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിലെ ബുദ്ധിമാന്മാരും പ്രായം തികഞ്ഞവരും റസൂലുള്ളാഹി ഇമാമിന്റെ അടുത്ത് നിൽക്കട്ടെ. മുതിർന്ന ആൾക്കാര്, ബുദ്ധിയുള്ള ആൾക്കാര് ഒക്കെ ഇമാമിന്റെ അടുത്ത് നിൽക്കണം. പിന്നെ അവരെ പോലുള്ളത്, പിന്നെ അവരെ പോലുള്ള നിൽക്കട്ടെ. എന്നിട്ട് പിന്നെ അതിന്റെ ബാക്കിൽ കുട്ടികൾ നിൽക്കട്ടെ. പിന്നെ അതിന്റെ ബാക്കിൽ പോയിട്ട് ചെറിയ പെൺകുട്ടികൾ, പിന്നെ മുതിർന്ന സ്ത്രീകൾ. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. നിർത്താതിരിക്കണം നല്ലത്. കുട്ടികളോട് പറഞ്ഞാൽ മതി. ചെറിയ കുട്ടികൾ മുമ്പിലെ സഫിൽ എപ്പോഴും ഇമാമിന്റെ അടുത്ത് നിൽക്കേണ്ടത് മുതിർന്നവരാണ്. എന്ന് മാത്രമല്ല, എപ്പോഴും ഇമാമിന്റെ തൊട്ടടുത്ത് നിൽക്കേണ്ടത് ഓതാനും അതേപോലെ തന്നെ നിസ്കരിക്കാനൊക്കെ വേണ്ടി വന്നാൽ ഇമാമത്തെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് നിർത്തേണ്ടത്. ഇമാമിന് എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിക്കും, ഒന്നു മുറിഞ്ഞെന്ന് വിചാരിക്കും ഇമാമിന്റെ, അല്ലെങ്കിൽ ഇമാമിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് വിചാരിക്കും, ഒരു തളർച്ച ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പൊ ഒന്ന് കയറിക്കാൻ പറ്റണമല്ലാണ് ഉണ്ടാവേണ്ടത്. മുമ്പിലെ സഫിൽ തന്നെ കുട്ടികൾക്ക് അറിയില്ല, കുട്ടികൾ വന്ന് നിൽക്കും. അപ്പൊ കുട്ടികളെ ആദ്യം പറഞ്ഞാൽ മതി, മോനെ അങ്ങോട്ട് സൈഡിൽ നിന്നോ ബാക്കൊക്കെ നിന്നോ എന്ന് പറഞ്ഞാൽ മതി. രണ്ടാളുകളുടെ കാലുകൾ ചേർത്ത് സഫ് പൂർണ്ണമായി നിൽക്കുക. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫിന്റെ പരിപൂർണത എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന്റെ പൂർണ്ണതയാണ്. ഒരുപാട് ഹദീസുകൾ കാണാൻ സാധിക്കും. സഫ് പൂർത്തിയാക്കുന്ന വിഷയത്തിൽ പല ആളുകൾക്ക് അലംഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് നിന്നാൽ നിങ്ങൾ സഫ് പൂർത്തിയാക്കണം. സഫിന്റെ പൂർത്തീകരണം മിൻ തമാമിസ് സലാ, നിസ്കാരത്തിന്റെ പൂർത്തീകരണമാണ്. അപ്പൊ ഒരു നിസ്കാരം പൂർണ്ണമാകണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കൃത്യമായി 100-ൽ 100 മാർക്ക്, 10-ൽ 10 മാർക്ക് കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഫ് പൂർണ്ണമായി ശരിയാക്കി തന്നെ വേണം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം നടത്താം. അതിൽ നമ്മൾ അമാന്തം കാണിക്കണ്ട. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ തസഫൂന കമാ തസഫുൽ മലായിക ഇൻദ റബ്ബിഹ, നിങ്ങൾക്ക് മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സഫ് നിൽക്കുന്ന പോലെ സഫ് ഒന്നൂടെ. അപ്പൊ റസൂലുള്ളാഹിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എങ്ങനെയാണ് മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സഫ് നിൽക്കുന്നത്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുതിമൂന സുഫൂഫൽ അവ്വല, ഒന്നാമത്തെ സഫ് ആദ്യം പരിപൂർണമായി ഒപ്പം ചേർന്ന് നിന്ന് അവർ ആദ്യത്തെ അണി പൂർത്തിയാക്കും. വിടവില്ലാതെ, രണ്ടാളുകൾക്കിടയിൽ വിടവില്ലാതെ ഒന്നാമത്തെ സഫ് പൂർത്തിയാക്കിയിട്ട് രണ്ടാമത്തെ സഫ്, രണ്ടാമത്തെ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സഫ്. അപ്പോ ആളുകൾക്കിടയിൽ വിടവില്ലാതെ, ചിലപ്പോ ആ മൂലക്കില് ഒഴിവുണ്ടാവും, എന്നിട്ട് ബാക്കിൽ പോയി നിൽക്കും. ബാക്കിൽ പോയി നിൽക്കാനുള്ള കാരണം എന്താ? അവിടെയാണ് ഫാൻ ഉണ്ടാകുക. അപ്പൊ അവിടെ രണ്ടാക്കി നിൽക്കാൻ പറ്റും. എന്നിട്ട് അവിടെ ഒരു ഗ്യാപ്പ് ഇടുക, ഇവിടെ വേറൊരു ഗ്യാപ്പ് ഇടുക. അത് പറ്റൂല. നിസ്കാരം സ്വയ്യാവും. ഒരു പൂർണ്ണത ഉണ്ടല്ലോ, ഒരു സഫിന്റെ പൂർണ്ണത. അവന് ഇമാമിനായിട്ടുള്ള ബന്ധം വിട്ടല്ലോ. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിന്റെ അടിയിൽ കൂടെ നടക്കുന്നതാണ്. റസൂലുള്ള സഫിന്റെ അടിയിൽ കൂടെ നടന്നിട്ട് റസൂലുള്ളാഹിന്റെ കയ്യിലൊരു വടി ഉണ്ടാകും. റസൂലുള്ള അതുകൊണ്ട് ഇങ്ങനെ ലെവലാക്കും. എന്നിട്ട് അവിടെ കുറച്ച് കയറ്റി, ഇവിടെ കുറച്ച് ഇറക്കി, ശരിയാവണ്ണം മടമ്പുകളാണ് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. മടമ്പുകാലുകളാണ് റെഡിയാക്കേണ്ടത്, മുൻകാലുകളല്ല. ഏതാ റെഡിയാക്കേണ്ടത്? മടമ്പുകളാണ് റെഡിയാക്കേണ്ടത് കേട്ടോ. ഇതവിടെ കയറി ഇറങ്ങി നിൽക്കുകയാണ്, അത് പറ്റൂല. നേരെ മറിച്ച് മടമ്പുംകാലുകൾ റെഡിയായിട്ട് നിൽക്കണം. അപ്പോ കയറി റസൂലുള്ള നെഞ്ഞത്തേക്ക് നോക്കുന്ന, നെഞ്ഞ് തള്ളിക്കുന്ന ആൾക്കാർ ശരിയാക്കും. അപ്പൊ എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം തുടങ്ങാറുള്ളത് എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. ഇമാമിന്റെ ഉത്തരവാദിത്തമാണ്, ചെയ്യണം. ഇമാം സഫ് പൂർത്തിയാക്കാൻ വേണ്ടി പറയണം. ശരി, സഫിന്റെ ഇടയിൽ വിടവുണ്ടായിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സഫിന്റെ ഇടയിൽ വിടവുണ്ടെങ്കിൽ അഖീമു സുഫൂഹക്കും, നിങ്ങള് സഫ് ശരിയാക്കണം. ഫൈനി അറാക്കും മിൻ വറാഅ ലഹരി, എന്റെ പിറകുവശത്തിലൂടെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. റസൂലുള്ളാഹി മുമ്പോട്ടേക്കാണ് നോക്കിക്കുന്നത്, എന്നാലും നിങ്ങളെ ഞാൻ
കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. വകാന അഹദുന എന്നിട്ട് പറയാണ്, സഹാബി പറയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, വകാന അഹദുന യുൽസികു മൻകിബഹു ബി മൻകിബി സ്വാഹിബിഹി, ഞങ്ങള് പിന്നെ വഖദമഹു ബി ഖദമിഹി, ഞങ്ങൾ ഓരോരുത്തരും ഓരോ സഹാബികളും അവരുടെ കാലിനോട് ചേർത്ത് വെച്ച്, അതേപോലെ തന്നെ മങ്കിനോട് ചേർത്ത് വെച്ച്, ഷോൾഡറിനോട് ചേർത്ത് വെച്ച് ഞങ്ങൾ നിൽക്കും. അങ്ങനെയാണ് ഞങ്ങൾ സുഫ് നിൽക്കാറുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി പറയാണ്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അഖ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലന്നാസി ബിവജീഹി, ഇഖാമത്ത് കൊടുത്തതിന് ശേഷം റസൂലുള്ളാഹി ഞങ്ങൾക്ക് നേരെ തിരിയും, എന്നിട്ട് റസൂൽ സുഫ് നേരാക്കാൻ പറയും. എന്നിട്ട് പറഞ്ഞു, അഖീമു സുഫുഫക്കും, നിങ്ങൾ സുഫുകൾ നേരെയാക്കണേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു. വല്ലാഹി ലതുഖീമുന്ന സുഫുഫക്കും ഔ ലിയഖാലിഫന്നല്ലാഹു ബൈന ഖുലൂബിക്കും, നിങ്ങൾ സുഫ് നേരെ നിൽക്കുന്നില്ലെങ്കിൽ, അടുപ്പിച്ചെടുത്ത് സുഫിന്റെ പൂർണ്ണത അനുസരിച്ച് നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു വിള്ളലുണ്ടാക്കും. നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിള്ളലുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ സുഫ് നേരെയാക്കണം. അപ്പൊ അത് നമ്മള് സൊഫിന്റെ പൂർത്തീകരണം നമ്മൾ ഒരുപാട് പഠിച്ചാണ്, പക്ഷെ നമ്മളൊക്കെ സൊഫ് പൂർത്തിയാക്കിയാണ് നിൽക്കാറുള്ളത് എന്ന് നോക്കുക. റസൂലുള്ളാഹിന്റെ ഹദീസുകളിൽ നിന്നും ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. നിങ്ങൾ സൊഫുകൾ ശരിയാക്കുക, മങ്കിബുകൾ ശരിയാക്കി വെക്കുക, നിങ്ങൾ വിടവുകൾ അടക്കുക. വിടവുകൾ ഉണ്ടെങ്കിൽ ശൈത്താൻ കറുത്ത ആട്ടിൻകുട്ടികളെ പോലെ, രണ്ടാളുകൾക്കിടയിൽ വിടവുണ്ടെങ്കിൽ ശൈത്താൻ കറുത്ത ആട്ടിൻകുട്ടിയെ പോലെ നിങ്ങളുടെ ഇടയിൽ വന്ന് നിൽക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് കാണാൻ സാധിക്കും. നോക്കൂ, സൊഫ് പൂർണ്ണമായി നിൽക്കുന്നവനെ അള്ളാഹു അവന്റെ കാരുണ്യത്തിൽ ചേർക്കും. സൊഫ് പൂർത്തിയായി നെരിയാണി ശരിയാക്കി തള്ളിക്കേറാതെ നിന്ന് വിടവില്ലാതെ നിന്നാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടുന്നവർ. എന്തിനാ പിന്നെ നമ്മളതിൽ മസിൽ പിടിക്കണം? എന്താ ഓന്റെ ഇന്റെ കാലുമ തട്ടിയാൽ എന്താ പ്രശ്നം? എന്താണ് അതിന് പ്രശ്നം? എന്താണ് നമ്മൾ പരസ്പരം ചേർന്ന് നിന്നാൽ എന്താ പ്രശ്നം? അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടും എന്ന് പറഞ്ഞു. നിസ്കാരത്തിന്റെ പൂർത്തീകരണം എന്നാണ് പറഞ്ഞത്. സൊഫിന്റെ പൂർണ്ണത മുറിക്കുന്നവനെ അള്ളാഹുവിന്റെ കാരണത്തിൽ നിന്നും മുറിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ എത്ര ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ് സൊഫിന്റെ പൂർത്തീകരണം. ഈ ഹദീസ്, ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ശരി, അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കാം. ബാറക്കല്ലാഹു ഫീക്കും. മടമ്പാണ് ശരിയാക്കി വെക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോ മടമ്പ് ശരിയാക്കി വെക്കുമ്പോ ഇവിടെ എങ്ങനെ മുൻകാലുകൾ പല കോലത്തിലുണ്ടാവും. മനുഷ്യന്റെ കാലിനനുസരിച്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മടമ്പുകളാണ്, ഓരോ കാലുകളുടെയും മടമ്പുകളാണ് വരി ഒപ്പിക്കേണ്ടത് കേട്ടാ. ശരി, കിബിലക്ക് നേരെയാണ് കാലുകൾ ഉണ്ടാകേണ്ടത്. ചില ആൾക്കാരുണ്ട് കാല് ചെരിച്ചു വെക്കുന്ന ആൾക്കാർ. കിബിലക്ക് നേരെയാണ് കാല് വെക്കേണ്ടത്. നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട റുക്നാണ്. ഫർള് നമസ്കാരമാണെങ്കിൽ നിന്ന് നിസ്കരിക്കുകയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് എത്ര നിൽക്കാൻ പറ്റുമോ അത്രയും നിൽക്കാം. നടന്നിങ്ങനെ വന്നിട്ട് നേരെ കസേരി ഇരിക്കില്ല. നടന്നു വന്ന ആൾക്ക് ഒരു തക്ബീറത്തുൽ ഇഹ്റാം നിന്നിട്ട് ചെയ്യാൻ പറ്റുമോ? നിന്ന് ചെയ്തോട്ടെ. എന്നിട്ടൊരു 10 സെക്കൻഡ് നിൽക്കാൻ പറ്റുമോ? നിന്നോട്ടെ. എന്നിട്ട് വേണം ഇരുന്നോട്ടെ. എത്ര നിൽക്കാൻ പറ്റുമോ അത്രയും നിൽക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്നാൽ സുന്നത്ത് നിസ്കാരം അത് നിന്നാണ് നിസ്കരിക്കേണ്ടത്. ഒരാളെ നിസ്കരിച്ചിട്ട് കുഴപ്പമില്ല, പകുതി കൂലിയേ കിട്ടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഫർള് നമസ്കാരം നിർബന്ധമായിട്ടും അതിന്റെ റുക്നാണ് നിസ്കരിക്കുക എന്നുള്ളത്. ശരി, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നിസ്കരിക്കാൻ നിൽക്കുമ്പോ നമ്മൾ പിന്നെ കൈ ഉയർത്തൽ സുന്നത്താണ് നമ്മൾ പറഞ്ഞു. പ്രവർത്തനങ്ങളിലുള്ള സുന്നത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ കൈ ഉയർത്തലിനെ കുറിച്ച് ഏതൊക്കെ സമയത്ത് നമ്മൾ നിസ്കാരത്തിൽ കൈ ഉയർത്തും? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് കൈ ഉയർത്തണം. 4 സമയങ്ങളിലാണ് കൈ ഉയർത്തുന്നത്. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ. പിന്നെ രണ്ടാമത്തെ നോക്കൂ, റുകൂയിലേക്ക് പോകുമ്പോ പല ആളുകളും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പോവാണ്. എന്ത് ചെയ്യണം? കൈയെടുത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് റുക്കൂലേക്ക്. 2 സന്ദർഭമായി. മൂന്നാമത്തെ സന്ദർഭം നോക്കൂ നിങ്ങൾ, റുക്കൂയിൽ നിന്നും ഉയരുന്ന സന്ദർഭം, സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഉയരുന്ന സന്ദർഭം. നാലാമത്തതോ, ഒന്നാമത്തെ തഹിയ്യാത്തിൽ നിന്നും എണീറ്റ് 3-ാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് വരുന്നത് കൈ ഉയർത്തണം. നമുക്ക് എല്ലാവർക്കും അറിയാം, 3-ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് കൈ ഉയർത്തിയിട്ടാണ് കൈ കെട്ടേണ്ടതെന്ന് അർത്ഥം. ഈ 4 സന്ദർഭങ്ങളാണ്. ഇനി നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം എങ്ങനെയാണ് നമ്മളെ കൈ എങ്ങനെ ഉണ്ടായാലും നോക്കൂ.
കൈ വിടർത്തും വേണ്ട, ചുരുട്ടും വേണ്ട, സാധാരണ നിലക്ക് കിബിലക്ക് നേരെയാക്കിക്കൊണ്ട് അല്ലാഹു അക്ബർ. എവിടെയാണ് ഉയർത്തേണ്ടത്? രണ്ട് രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ ഉയർത്തൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഈ ചുമലിന് നേരെ ഉയർത്താം, അല്ലാഹു അക്ബർ. ചെവിക്ക് നേരെ ഉയർത്താം, ചെവി തട്ടണ്ട. ചില ആൾക്കാരുണ്ട് അല്ലാഹു അക്ബർ, അതിന്റെ ആവശ്യമില്ല. ചെവിക്ക് നേരെ ഉയർത്താം, ചുമലിന് നേരെ ഉയർത്താം. ഇത് രണ്ടും നമുക്ക് ഹദീസിൽ നിന്നും കാണാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ അങ്ങനെ പഠിച്ചാലും എന്ത് ചെയ്യും? അല്ലാഹു അക്ബർ എന്നാണ് കിട്ടും. കുറെ ഇങ്ങോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അതുമില്ല. ഇത് ഹദീസിൽ വന്നത് ഇതാണ്, ചുമലിന് നേരെ അല്ലാഹു അക്ബർ, ചെവിക്ക് നേരെ അല്ലാഹു അക്ബർ എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. കേട്ടാ, കൈ നന്നായിട്ട് വിടർത്തും വേണ്ട, അതേപോലെ തന്നെ ചുരുട്ടി വെക്കും വേണ്ട. ഇതാണ്, കണ്ടില്ലേ? ഇങ്ങനെയാണ്. ഒന്ന് ചുമലിന് നേരെയാണ്, ഒന്ന് തന്റെ ചെവിക്ക് നേരെയാണ്. ഇത് രണ്ടുമാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. പിന്നെ പല കോലത്തിൽ കൈ ഇങ്ങനെ വിടർത്തണം, ചുറ്റിക്കെട്ടണം, ചെറുതായിട്ട്. ഇതൊക്കെ ഇപ്പൊ സ്ഥിരം ആളുകൾ ചെയ്യലാണ്, വിടറ്റം. അപ്പൊ അതെല്ലാം ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. ശരി, ഇനി നമുക്ക് അടുത്ത ചർച്ച അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം, എപ്പോഴാണ് നമ്മൾ തക്ബീർ ചൊല്ലേണ്ടത് എന്നുള്ളത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് കിട്ടിയത് പറയാം. എപ്പോഴാണ് തക്ബീർ ചൊല്ലേണ്ടത്? കൈ ഉയർത്തുമ്പോഴാണോ, കൈ കെട്ടിയതിന്റെ ശേഷമാണോ, അല്ലാഹു അക്ബർ എന്നിട്ടാണോ കൈ കെട്ടേണ്ടത്? 3 രൂപത്തിലാകാം. ഇൻഷാ അല്ലാഹ് അവിടെ മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ അമീദ്ക്ക് ചോദിച്ചൊരു ചോദ്യം, നമ്മള് പിന്നെ ജുമാ നമസ്കാരത്തിൽ ബക്കറ്റ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട്, കാശ് കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ പിന്നെ പണ്ഡിത ചർച്ചകൾ പറഞ്ഞിരുന്നു. ജുമാ നമസ്കാരം ശ്രദ്ധിക്കാനുള്ളതാണ്, മണ്ണിൽ വരച്ചാൽ തന്നെ നമസ്കാരം ആയി പോവും. പിന്നെ അത് നമ്മളെ ഷുഗലിലാക്കും എന്നുള്ളതൊക്കെ പറഞ്ഞല്ലോ. മിണ്ടാതിരുന്ന് ശ്രദ്ധിക്കാനുള്ളതാണ് ജുമാ. അപ്പൊ പെരുന്നാക്ക് പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ജുമാ നമസ്കാരം പോലെയല്ല, ജുമാ ഖുത്ബയുടെ പോലെയുള്ള അതേ വിധിയല്ല പെരുന്നാളിന്റെ പ്രഭാഷണത്തിന്. പെരുന്നാൾ ഖുത്ബക്ക് ആ വിധിയല്ല ഉള്ളത്. ഇനി ഒരാള് പെരുന്നാൾ ഖുത്ബ കേൾക്കാതെ ഒരാൾ പോയി, അല്ലെങ്കിൽ കേൾക്കാതിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അയാളുടെ പെരുന്നാളിന്റെ പൂർണ്ണതയെ ബാധിക്കും. അത് ശരിക്കും കേൾക്കുകയാണ് വേണ്ടത്. പക്ഷെ ജുമാ ഖുത്ബ കേൾക്കൽ നിർബന്ധമാണ്. ഇത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതില് എന്തൊക്കെ പറഞ്ഞാൽ ഈ നീക്കല് എല്ലാവർക്കും ഒരു ഇടങ്ങാറുണ്ടാക്കുന്ന സാധനമാണ്. സ്ഥിരമായി നന്നായി കേൾക്കുന്ന ആളുകൾക്കും ഇത്. പക്ഷെ പെരുന്നാളിന്റെ ഈദ്ഗാഹിൽ സ്ഥിരം കാണുന്ന ഒരു കലാപരിപാടിയാണത്. ഈദ്ഗാഹിന്റെ കാശ് കളക്ട് ചെയ്യണം. ഇല്ല എന്നുള്ളതാണ് കേട്ടോ. എന്നാൽ അത് ഒഴിവാക്കണം നല്ലതാണ് സംഭവം. ഈ പറഞ്ഞ നമ്മള് ആ പിന്നെ സംസാരം കേട്ട ആൾക്കറിയാം. അത് മാത്രമല്ല, അതിൽ വേറെന്തൊക്കെയോ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഈ പെരുന്നാളിന്റെ ഈദ്ഗാഹിൽ നീക്കുമ്പോഴും ഉണ്ടാവും. ഒബത്തെട്ട് മറ്റെത്ര എരി അതിനും മറ്റിനൊക്കെ കാരണമാവും കേട്ടോ. പിന്നെ ഇപ്പോ ഒരു ചോദ്യം വന്നതിൻ്റെത്, എപ്പോഴാണ് ഫാത്തിഹ ഓതേണ്ടത്? നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇമാം ഉറക്കനെ ഓതുന്ന നിസ്കാരത്തിൽ എപ്പോഴാ ഫാത്തിഹ ഓതേണ്ടത്? ഇമാം ഓതിന്റെ ശേഷമാണോ? നമുക്ക് ഓതാൻ പറ്റണമില്ല, ഈ ഫാത്തിഹ ഓതണ്ടേ? ഇമാമിന്റെ കേട്ടാ മതിയോ? ഇമാം ഓരോ ആയത്തും ഓതിക്കഴിഞ്ഞ് ഉടനെയാണോ ഓതേണ്ടത് എന്നുള്ള ചർച്ച ഇൻഷാ അല്ലാഹ് നമുക്ക് ഏതെല്ലാം ഇവിടെ വരും. ഫാത്തിഹ ചൊല്ലുന്ന ചർച്ച ഇവിടെ വരും. പിന്നെന്തായിരുന്നു ഷായിരിക്ക് നിങ്ങളെ ചോദിച്ച ചോദ്യങ്ങള്? പിന്നെ നിങ്ങൾ എന്ത് ചോദിച്ചില്ല? നിങ്ങളെ വോയിസിൽ ഇപ്പൊ മനസ്സിലായി. ഞാൻ പറയാം, അവിടെ നിന്ന് കേൾക്കണ ഞാൻ ചോദ്യം ഒന്ന് ആവർത്തിക്കാം, മറ്റേ രീതിയിൽ റെക്കോർഡിങ്ങിൽ വരാത്തതുകൊണ്ട്. പിന്നെ ഒരാള് ഇമാമിനെ മെല്ലെ ഓതുന്ന നിസ്കാരം അല്ലെ, മെല്ലെ ഓതുന്ന ദുഹ്റ അസ്റ ഏതെങ്കിലും ഒരു നിസ്കാരം. അപ്പൊ ഇമാം അവിടെ ഖിയാമിലാണുള്ളത്, ഞാൻ നേരെ ഖിയാമിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ വിശാലമായൊരു വജ്ജത്ത് ഓതി, അല്ലെങ്കിൽ അല്ലാഹുമ്മ പ്രാരംഭ പ്രാർത്ഥന ഓതി. എന്നിട്ട് ഞാൻ ഫാത്തിഹ ഓതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാൻ റഹീം ഫാത്തിഹ പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇമാം റുക്കൂയിലേക്ക് പോയി. അപ്പൊ എന്താ ചെയ്യുക? അങ്ങനെയൊക്കെ എല്ലായിടത്തും നിങ്ങൾ ചെയ്യേണ്ടത് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലണ്ട. മറ്റേതിപ്പോ നമുക്ക് ഉറക്കനെ ഓടുന്ന നിസ്കാരത്തിൽ നമുക്ക് അറിയാം ഇമാം ഇപ്പൊ റുക്കൂക്ക് പോകും പോകില്ല എന്ന് അറിയാം. ഈ വജ്ജഹത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്, ഫാത്തിഹയോ നിർബന്ധമാണ്.
അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേഗം എന്ത് ചെയ്യാ, പിന്നെ ഈ വജ്ജഹത്ത് വിഷയം സുബ്ഹാനക്കല്ലാഹു വബിഹംദിക വതബാറക സ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക ചെറിയ പ്രാരംഭ പ്രാർത്ഥനകൾ ചൊല്ലുക. അവിടേക്ക് അങ്ങനെയുള്ളവർക്ക് ചെറിയ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലുക കേട്ടോ. ഇല്ലെങ്കിൽ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലണ്ട. നമുക്കറിയല്ലോ സമയം ഇപ്പൊ നിസ്കാരം പിന്നെ ളുഹർ 12:35 ഇപ്പൊ കുറച്ചായി, ക്ലോക്ക് നോക്കിയാലൊക്കെ അറിയില്ല. അല്ലെങ്കിൽ ഫാത്തിഹ ഓതു, ഫാത്തിഹയാണ് നിർബന്ധമായിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞ മാതിരി സംഭവിച്ചു എന്ന് വിചാരിക്കും, അയാളെ നിസ്കാരം ബാത്തിലാവൂല, പ്രയാസം ഉണ്ടാവില്ല. നമ്മളെ കയ്യിലുള്ള സംഗതിയല്ല. അപ്പൊ നമുക്ക് റുക്കൂ കിട്ടിയ റകാത്ത് കിട്ടിയെന്നാണല്ലോ. അപ്പൊ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫാത്തിഹ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇമാം റുക്കൂലാണെങ്കിൽ തന്നെ നിങ്ങൾ ഖിയാമിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പെട്ടെന്ന് റുക്കൂ. എന്നിട്ട് അതും കഴിയണില്ലെങ്കിൽ നിങ്ങൾ ഫാത്തിഹ ഒഴിവാക്കുക, റുക്കൂലേക്ക് പോകുക. നിങ്ങൾക്ക് അത് മതിയാവുന്നതാണ്. അതെ, ഞാൻ ഈ റക്കാത്ത് അയാള് പിന്നെ എനിക്ക് ശരിയായിട്ടില്ല എന്ന് തോന്നണം, അയാൾക്ക് പറഞ്ഞ റക്കാത്ത് നിസ്കരിക്കാം. ഇല്ലല്ലോ, അത് അയാളെ ഒന്നാമത്തെ റക്കാത്ത് ഇല്ലല്ലോ, അഞ്ചാവില്ലല്ലോ. ഒന്നാമത്തെ റക്കാത്ത് അയാൾ എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണല്ലോ അയാളുടെ നിയത്തിനനുസരിച്ചായിരിക്കും. അല്ലാഹു അലം. അത് ഇങ്ങനെ തിരിച്ചു ഹദീസുണ്ട്. ഇങ്ങനെ ഒരു സ്പെഷ്യൽ കേസാണ്. റുക്കൂ മാത്രം ശരിയായി കിട്ടിയെങ്കിൽ റുക്കൂ കിട്ടിയ ആ നിസ്കാരം കിട്ടിയെന്നുണ്ട്, റക്കാത്ത് കിട്ടിയെന്നും ഹദീസുണ്ട്. അപ്പൊ സാധാരണ നിലക്ക് ഫാത്തിഹ ചൊല്ലാൻ ഒരാൾക്ക് സമയം ഉണ്ടായിട്ട് ഫാത്തിഹ ചൊല്ലാതിരുന്ന നിസ്കാരമില്ല. പക്ഷെ ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ റുക്കൂ കൃത്യമായിട്ട് റുക്കൂ കിട്ടിയ ഒരാൾക്ക്, അപ്പൊ അയാൾക്ക് പിന്നെ ആ റക്കാത്ത് കിട്ടും. ഇതാ അദ്റക റുക്കൂ ഫഖദ അദ്റക റകഅ എന്ന ഹദീസ് കാണാൻ സാധിക്കും. ശരി, ഇനി പുതിയ ചോദ്യമില്ല. അന്ന് ചോദിച്ച ചോദ്യങ്ങൾ പിന്നെ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്? നിങ്ങൾ അടുത്തിൽ നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ ഒന്ന് എഴുതിയിട്ടാൽ മതി. നമ്മളെ ഗ്രൂപ്പിൽ എഴുതിയിട്ടാല് പിന്നെ ഒന്ന് ചോദിച്ചാൽ സ്ത്രീകൾ ഓതെടുക്കുന്ന സമയത്ത് ഇപ്പോ സമ്മേളനങ്ങളിൽ നിന്നോ അങ്ങനെയുള്ള പബ്ലിക് പുരുഷന്മാർ കാണുന്ന സ്ഥലത്ത് നിന്ന് സ്ത്രീകൾ ഓതെടുക്കുകയാണ്. അപ്പോ തല തട്ടൊക്കെ അയച്ചിട്ട് ഓതെടുക്കുമല്ലോ. അപ്പൊ അന്യപുരുഷന്മാര് തലമുടി കാണും. അപ്പൊ എന്ത് ചെയ്യണം? അവർക്ക് അവരെ മൊക്കനമേൽ അല്ലെങ്കിൽ മഫ്തയിൽ തടവാൻ പറ്റുമോ? രണ്ടഭിപ്രായമാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. ഒന്ന് സ്ത്രീകൾ ആരും ഇല്ലാത്തടത്തേക്ക് പോവുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ പോസിബിൾ ആവില്ല. അപ്പൊ ഒരു ഹാജത്തുണ്ട്, അവിടെ ഒരു നിർബന്ധ ആവശ്യമുണ്ട്. ഓക്കെ, അത് പിന്നെയും കുറച്ചെങ്കിലൊക്കെ ഓല് തോന്നുന്നിട്ടെങ്കിൽ കൈ കാണാത്ത രീതിയിൽ ഓല് എടുത്തുനിന്ന് വരാം. തലമറക്കൽ അങ്ങനെയല്ല. പ്രത്യേകിച്ച് കുറച്ചും കൂടി കാണാനൊക്കെ സാധ്യതയുണ്ടെങ്കിൽ അവർക്ക് വലിയ ചില അവിടെ പണ്ഡിതന്മാര് പറഞ്ഞത്, ചില സ്ത്രീകള് നന്നായിട്ട് തലപ്പാവ് പോലെ ചുറ്റിക്കെട്ടുന്ന രീതിയിലുള്ള തലമറക്കണ പെണ്ണുങ്ങളുണ്ട്. എന്നിട്ട് പിന്നെ താത്തില്ല. അങ്ങനെ ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലാണല്ലോ. അപ്പൊ കുറെ എല്ലാം അയച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഓർക്ക് തടവാം. എന്തിനോ തട്ടത്തിന്റെ മുകളിൽ തടവാം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പുരുഷന്മാർ കാണാതിരിക്കുക ഒരു രക്ഷയില്ല. ഉള്ളുന്നിട്ട് ഒതുക്കാൻ പറ്റണില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? തട്ടത്തിന്റെ മുകളിൽ തടവിയാൽ മതി എന്നാണ് ആ വിഷയത്തിൽ പറഞ്ഞത്. പിന്നെന്തായിരുന്നു? സുജൂദിലുള്ള പ്രാർത്ഥന നമുക്ക് വേറെ സുജൂദിൽ ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രാർത്ഥനയും ചെല്ലാം. ഇനി നിർബന്ധമായിട്ട് ഏതെങ്കിലും ഒന്ന് ചെല്ലണം. സുജൂദിൽ പഠിപ്പിച്ച സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി സുബ്ഹാന റബ്ബിൽ അഅല വബിഹംദിഹി സുബ്ഹാന റബ്ബിൽ അഅല എന്ന് മാത്രമാണെങ്കിൽ അങ്ങനെ സുബ്ബൂഹൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് ഇതിലേതെങ്കിലും ഒന്ന് ചൊല്ലിയാൽ മതി. ചില പണ്ഡിതന്മാർ സുബ്ഹാന റബ്ബിൽ അഅല സുബ്ഹാന റബ്ബിൽ അദീം എന്നുള്ളത് സുജൂദുൽ റുക്കൂൽ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലണം. വേറെ ഏത് ചൊല്ലിയാലും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അല്ല വേണ്ടെന്ന് പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും അതിനുശേഷം മറ്റുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ പറ്റുമെന്നോ? പറ്റും, യാതൊരു സംശയമല്ല. പക്ഷെ സുജൂദിലുള്ള പ്രാർത്ഥന കഴിഞ്ഞിരിക്കണം നിർബന്ധമായിട്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി അത് കഴിഞ്ഞു. എന്നിട്ട് എനിക്ക് വേറെ ഏതും പ്രാർത്ഥിക്കാം. അല്ല സുബ്ഹാന റബ്ബിൽ അഅല എന്നുള്ള 3 പ്രാവശ്യം ചൊല്ലി അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലിയിട്ട് മറ്റുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക, സംശയമില്ല. മലയാളത്തിൽ പറ്റുമോ എന്നുള്ളതാണ്. പറ്റുന്നൊക്കെ പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് സുന്നത്ത് നിസ്കാരത്തിലൊക്കെ. ശരി, പിന്നെന്തായിരുന്നു ചോദിച്ചിരുന്നത്? സമയമായ നിസ്കാരത്തിന് പിന്നെന്തായിരുന്നു ചോദ്യം? അസർ നിസ്കരിച്ച സമയത്ത് ഒരു റക്കാത്ത് നിസ്കരിച്ചിട്ട് 3 നിസ്കരിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ സുജൂദ് ചെയ്തിട്ടില്ല. ഒരു റക്കാത്തിൽ സുജൂദ് നഷ്ടപ്പെട്ടുകണെന്നൊക്കെ മഗ്രിബിന് ഓർമ്മ വന്നു. മഗ്രിബ് നിസ്കരിക്കുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ ഒന്നുമില്ല, നിസ്കാരം ഒഴിവാക്കുക, അസർ നിസ്കരിക്കുക, എന്നിട്ട് മഗ്രിബ് നിസ്കരിക്കുക.
ആദ്യം മഗ്രിബ് നിസ്കാരത്തിലാണ് ഓർമ്മ ഉണ്ടെങ്കിൽ നിസ്കാരം ഒഴിവാക്കുക. അസർ ആദ്യം നിസ്കരിക്കുക, പിന്നെ മഗ്രിബ് നിസ്കരിക്കുക. നിസ്കരിക്കുന്നതിന് മുമ്പാണ് ഞാൻ 2 സുജൂദ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായിക്കണമെങ്കിൽ ആദ്യം അസർ മഗ്രിബിന്റെ സമയത്തായിക്കോട്ടെ അസർ നിസ്കരിക്കുക, പിന്നെ മഗ്രിബ് നിസ്കരിക്കുക. പിന്നെന്തായിരുന്നു? ഇത്രയേ ഉള്ളൂ. സമയമായപ്പോ 15. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ടെക്സ്റ്റ് ആക്കി ഇട്ടാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് ഒന്നുകൂടി നോക്കി ക്ലിയർ ചെയ്തും കൂടി ഒന്ന് പറയാൻ പറ്റും. ഫിഖിഹിയായ മസലകളാണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വാഭാവികമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പോലെ റബ്ബി ജഅൽനി മുഖീമ സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബന വതഖബ്ബൽ ദുആ, പടച്ചോനെ എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്ന ആളാക്കണേ എന്ന് എല്ലാ സമയത്തും പ്രാർത്ഥിക്കാനും ആ നിലക്ക് നിസ്കാരം നിലനിർത്തി എല്ലാ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ അടുക്കൽ നല്ലൊരു മുസല്ലിയായി ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്ന് പറഞ്ഞ് നമസ്കാരത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞ് അവർ ഫിർദൗസിലാണ്, അള്ളാഹുവിന്റെ ഫിർദൗസ് എന്ന സ്വർഗത്തിലാണ് ആ നിസ്കാരക്കാർ എന്ന് പറഞ്ഞ ആ ഫിർദൗസ് കരഗതമാകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.